നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഡം അല്ല ഇതൊക്കെ ചെയ്ത നിങ്ങളുടെ സൂര്യ സാർ എവിടെ? സൂര്യ സാറിനുള്ള ആദരവ് ഓഫീസിൽ വെച്ച് തന്നെ ഞങ്ങൾ കൊടുത്തു മാഡം. പിന്നെ ഇതാർക്കാ? അതെ, നമ്മുടെ സ്റ്റാഫല്ലേ ആന്റി. ആർക്കൊക്കെ ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇട്ടോ ഇട്ടോ ഇട്. മാഡം, ഇത് നന്ദിനി മാഡത്തിനുള്ളതാ. നാണം കെട്ട്. വേണ്ടായിരുന്നു. സർ, നന്ദിനി മാഡത്തിനോടൊന്ന്. മോളെ നന്ദിനി, മോളിങ് വാ. ഇവര് മോളെയും കൂടി കാണാനാ വന്നിരിക്കുന്നത്. വാ മോളെ, വാ. ചെല്ലുമോള്. എനിക്കെന്തിനാ ഇതെല്ലാം? സൂര്യ സാറ് പറഞ്ഞു ഞങ്ങളുടെ മക്കളുടെ പേരിൽ ഇങ്ങനെ ഒരു പണമിടാനുള്ള ഐഡിയ പറഞ്ഞത് നന്ദിനി മാഡം ആണെന്ന്. എല്ലാവർക്കും നല്ലത് വരട്ടെ. മാഡം, എന്നെയും ഇവിടെ ഒരേ രീതിയിൽ ആദരിക്കണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഒരു നന്ദിനി മാഡം ഈ വീട്ടിലെ വേലക്കാരി അവള്. ഞാൻ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നവള്. മാഡം, കമ്പനി കാര്യങ്ങൾ കമ്പനിയിൽ മതിയാണെന്ന്. ഇതുപോലെ എല്ലാരും കെട്ടിയെഴുന്നള്ളിച്ച് എന്റെ വീട്ടിലേക്ക് വന്നു പോരുത്. പത്മ, എന്താടോ ഇത്? ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എന്റെ ഒരു കമ്പനി നടന്ന നല്ലൊരു കാര്യത്തിന് വേണ്ടി ഈ നിൽക്കുന്നവരെല്ലാം ഇവൾക്ക് ക്രെഡിറ്റ് കൊടുക്കുമ്പോ അത് നോക്കി ഞാൻ മിണ്ടാതെ നിൽക്കണോ? അല്ല, ഇനി അവരറിഞ്ഞോട്ടെ. ഇവള് ഈ നിൽക്കുന്നവള് എന്റെ തെങ്ങുതോപ്പിലെ ഒരു ജോലിക്കാരന്റെ മകളാ. എങ്ങനെയോ എന്റെ മകന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി അവനെ കൊണ്ട് താലി കെട്ടിച്ചതിന്റെ ബലത്തിൽ ഇതിനകത്ത് നിൽക്കുന്നതാ. പത്മ, എനിക്കിനി ആരോടും ഒന്നും മറച്ചു വെക്കാനില്ല. നോക്ക്, ഇവള് നമ്മുടെ കമ്പനിയുടെ ഉടമയല്ല, നിങ്ങളുടെ മാഡവും അല്ല. ഇനി മേലിൽ ഇത്തരം ആദരിക്കൽ ചടങ്ങുമായിട്ട് ഒരാള് പോലും എന്റെ ഈ വീടിനകത്ത് കയറിപ്പോരുത്. ഇറങ്ങ ഇറങ്ങാനാ പറഞ്ഞ. എന്താ മേഡം ഇത്? ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ചെയ്തു. സ്ഥാനം അറിഞ്ഞ് പെരുമാറാൻ പറ്റാത്തതാ
നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആനന്ദേ, വിളിച്ചോണ്ട് പോയവരെ ഇറങ്ങി പോവാൻ. നീ ആരടി? കമ്പനി കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഓ, തൊഴിലാളികളുടെ മക്കൾക്കൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് തുടങ്ങി അവരുടെയൊക്കെ കുടുംബത്തിന് കരകയറ്റം വന്നൊരു ഭാഗ്യ ദേവത. മാഡം, സത്യത്തിലേ ഈ വന്നവന്മാരൊക്കെ വന്നതിന്റെ പേരിൽ ഇന്ന് തന്നെ പിരിച്ചുവിടേണ്ടതാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഛീ.